ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ 32ാം വാർഡിലെ SDPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അലി നൈനാറിന്റെ വോട്ടവകാശം ചാവക്കാട് മുനിസിപ്പാലിറ്റി അധികൃതർ വളരെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ സമയത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാരം രാജ്യത്തെ മുസ്ലിങ്ങളെയും ദളിതുകളെയും പാവപ്പെട്ടവരെയും വോട്ടവകാശം മാറ്റിക്കൊണ്ട് ഇവിടെ അവർ ഉദ്ദേശിക്കുന്ന ഒരു സർക്കാർ വരുത്താൻ വേണ്ടി SIR എന്ന് പറയുന്ന ഒരു ഗൂഢപ്രവൃത്തി ഈ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ SIRന്റെ ആശങ്ക ഇവിടുത്തെ മുഴുവൻ മതേതര കക്ഷികളും പങ്കുവെക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ 32ാം വാർഡിൽ താമസിക്കുന്ന അലി നൈനാർ എന്ന് പറയുന്ന SDPI പ്രവർത്തകന്റെ വോട്ടവകാശം ഇവിടുത്തെ രാഷ്ട്രീയ പ്രേരിതമായി ഈ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇത്രയും ക്രൂരമായ രീതിയിൽ ജനങ്ങളെ വോട്ട് വെട്ടി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന RSS സംഘപരിവാരം പോലും പറയുന്നത് വോട്ടവകാശത്തിന് വേണ്ടി അവർ കാണിക്കേണ്ട രേഖകളിൽ വോട്ടർ പട്ടിക, ആധാർ കാർഡ്, പാസ്പോർട്ട്, അതുപോലെ തന്നെ ലൈസൻസ് തുടങ്ങിയ എല്ലാ രേഖകളും ഉണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരൻ അലി നൈനാറിന്. അദ്ദേഹം താമസിക്കുന്ന വീടും അദ്ദേഹത്തിന്റെ വാപ്പയും ഉമ്മയും കുടുംബവുമെല്ലാം ഈ 32ാം വാർഡിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വോട്ട് രാഷ്ട്രീയ പ്രേരിതമായി അവിടുന്ന് വെട്ടിയെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞ ദിവസം ആ വോട്ട് ചേർക്കാൻ വേണ്ടി ഞങ്ങളോട് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഹിയറിംഗിന് വിളിച്ചു. 12ാം തീയതി ഹിയറിംഗിന് വിളിച്ചപ്പോൾ മുഴുവൻ രേഖകളും ഞങ്ങൾ ഹാജരാക്കി. ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾ അവിടെ താമസിക്കുന്നില്ല എന്നാണെന്ന്. ഞങ്ങൾ മുഴുവൻ രേഖകളും ഹാജരാക്കിയിട്ട് അദ്ദേഹത്തിന്റെ വീടും പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾ അവിടെ വന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോയത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സെക്രട്ടറിയേറ്റ് വീണ്ടും ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കാം, നിങ്ങൾ അതിനൊരു പരാതി എഴുതി തരണമെന്ന് പറഞ്ഞു. ആ പരാതി ഞങ്ങൾ എഴുതി കൊടുത്തു. ഇന്ന് ഞങ്ങൾക്ക് ഔദ്യോഗികമായി ഇന്ന് രാവിലെ 11:30 അദ്ദേഹം എഴുതി തരികയാണ്, നിങ്ങൾ അവിടെ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലെ അതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പോയിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുത്തുട്ടെ. ഇവർ എന്താണോ RSSന് പഠിക്കുകയാണോ? ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന അധികൃതരും ആ അധികൃതർക്ക് വേണ്ടി ഇവിടെ പണിയെടുക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരും RSSനും മോഡിക്കും പഠിക്കുകയാണോ? അനുവദിക്കില്ല, ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല. SIRമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, SIRന്റെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വോട്ട് ഈ കേരളത്തിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കേരളം ഇന്നേ വരെ കാണാത്ത പ്രതിഷേധത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ചാവക്കാട് മുനിസിപ്പാലിറ്റി അധികൃതരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശക്തമായ പ്രതിഷേധം ഈ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും തന്നെ ചെയ്യും. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ട് പരമാവധി തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വോട്ട് ചോരിയും ഫാസിസവും അത് RSSന്റെ പേരിൽ മാത്രമല്ല ഇവിടെ LDFന്റെ പേരിലും നടത്തപ്പെടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.